എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ബിഷപ്പ് പാമ്പ്ളാനിയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതായിരുന്നു. ഒരു യുവജന സമ്മേളനം, കാത്തലിക്സ് യുവജനങ്ങളുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. അതായത് യുവാക്കൾ, കത്തോലിക്ക യുവാക്കൾ 18 വയസ്സ് കഴിയുമ്പോഴേക്കും, 18 വയസ്സ് കഴിഞ്ഞ് പ്രണയിക്കുക, 25 വയസ്സിന് മുമ്പ് വിവാഹം ചെയ്യുക. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മുടെ സമുദായത്തിൻ്റെ അംഗത്വം കുറയ്ക്കുന്ന, അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് തടയും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടപ്പം ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്ന എൻ്റെ മനസ്സിൽ ചില ഒരു സംശയങ്ങൾ തോന്നിയാണ്. ഞാനൊരു 97 വരെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച ആളാണ്. 12ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1 മുതൽ 12 വരെ പഠിച്ച് 97 ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങളുമായിട്ട് ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. കാരണം ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് 92 ആ കാലഘട്ടങ്ങളിലൊക്കെ വന്നപ്പോഴേക്കും ക്രിസ്ത്യൻ ധ്യാനം തുടങ്ങി. ക്രിസ്ത്യൻ ധ്യാനം എന്ന് പറഞ്ഞാൽ ടീനേജിലേക്ക് കിടക്കുന്ന കത്തോലിക്ക സ്റ്റുഡൻസിന് തുടങ്ങുന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്ന ഇതാണ്: നിങ്ങൾ ഒരു കാലത്തും ഒരിക്കലും പ്രണയിക്കരുത്. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ 1ാം കൽപ്പനയുടെ ലംഘനമാണെന്നാണ് പഠിപ്പിച്ചത്. 1ാം കൽപ്പന എന്ന് പറഞ്ഞാൽ ഇതാണ്: നിന്റെ കർത്താവായ ദൈവം ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ പ്രണയിതാവിനെ നമ്മൾ അപ്പോൾ ഒരു ഹോർമോണിക് ഒരു ഇംബാലൻസ് ഒക്കെ ആണല്ലോ. ഇംബാലൻസ് എന്ന് പറയാൻ പറ്റില്ല, ഹോർമോണിൻ്റെ ഒരു തള്ളിക്കയറ്റം എന്ന് പറയാം, ഇംബാലൻസ് അല്ല. അപ്പോൾ ആ ഒരു തള്ളിക്കയറ്റത്തിൽ നമ്മൾ ഈ പ്രണയിതാവിനെ എപ്പോഴും കർത്താവായ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ അത് 1ാം പ്രമാണത്തിൻ്റെ ലംഘനമാകുന്നു എന്നാണ്. അപ്പോൾ ഇത് ലോജിക്കലി ഇത് കറക്റ്റ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ പ്രണയിക്കുക. അപ്പോൾ പിന്നെ കല്യാണത്തിലോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കല്യാണത്തിലൊന്നും ബാധകമല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും അല്ല, ബാധകമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നില്ല എന്നുള്ള. ഒരു പക്ഷേ ഈ പ്രണയമൊക്കെ തീർന്നു കഴിഞ്ഞായിരിക്കും കല്യാണം കഴിക്കും എന്നായിരിക്കും അവർ കരുതിയേക്കുന്നത്. എന്താണല്ലോ, അത് പോട്ടെ, അതിലേക്ക് നമുക്ക് വിട്ടേക്ക്. പ്രണയിക്കുന്നതിനെ പറ്റി നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ പ്രണയത്തിൽ നമ്മൾ ഒരിക്കലും ഒരു പ്രണയിക്കരുത്, കാരണം അത് 1ാം കൽപ്പന ലംഘനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്? അതിൻ്റെ ആദ്യം എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യം അതാണ്: എന്തുകൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞത്? അപ്പോൾ ഒരുപക്ഷെ ഈ 1ാം കൽപ്പന ഒരിക്കലും ഇദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല. അത് പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തിൽ ആണ് നമ്മൾ 10 കൽപ്പനകൾ കൊടുക്കുന്നത്. അന്ന് തൊട്ട് പുറപ്പാട് പുസ്തകം എഴുതിയ ആ കാലഘട്ടം മുതൽ 1ാം കൽപ്പന അല്ല 10 കൽപ്പനകൾ മാറിയിട്ടില്ല. അപ്പോൾ മാറിയിട്ടുണ്ട്. അതിൽ 2ാം കൽപ്പന എന്ന് പറയുന്ന കൽപ്പന മാറ്റി എഴുതിയിട്ടുണ്ട്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നുള്ളതൊക്കെ മാറ്റി. എന്താണെങ്കിലും കത്തോലിക്ക സഭ തുടങ്ങിയ കാലം മുതൽ സ്വീകരിച്ചിരിക്കുന്ന 10 കൽപ്പനകൾ ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഇദ്ദേഹം മാറ്റിയെന്ന് കരുതാനും കഴിയുന്നില്ല. അത് ഇദ്ദേഹത്തിന് മാറ്റാനുള്ള അവകാശമില്ല. അപ്പോൾ അതല്ല സംഭവം. ഒരുപക്ഷെ ഈ 1ാം കൽപ്പനയുടെ വ്യാഖ്യാനമായിരിക്കും ഇദ്ദേഹം തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സംഭവമൊക്കെയാണ്. 1ാം കൽപ്പനയെ പണ്ട് മനുഷ്യസഹജമായ ചില കാരണങ്ങളാൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനക്കേരൊക്കെ വ്യാഖ്യാനിച്ചെന്ന് പറയും. ഒരിക്കലും മാർപ്പാപ്പയോ പുരോഹിതരോ തെറ്റാവരം ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചത് എന്ന് പറയാൻ പറ്റില്ല. പരിസ്ഥിതിൻ്റെ തെറ്റാവരുന്ന സാധനമുണ്ട്, അത് വെച്ചിട്ട് വ്യാഖ്യാനിച്ചാൽ പിന്നെ തെറ്റില്ല. എന്നാൽ അങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റു പലരും വ്യാഖ്യാനിച്ചത് ഒരു പക്ഷേ തെറ്റാണെന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരു തിരുത്തി എഴുതായിരിക്കും നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പുരോഗമനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. കുട്ടികളെ നിങ്ങൾ പ്രണയിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ കത്തോലിക്ക ടീനേജുകാർ, അല്ലെ കത്തോലിക്ക കുട്ടികൾ 18 വയസ്സ് കഴിയുമ്പോൾ പ്രണയിക്കുക, 25 വയസ്സിന് മുമ്പ് വിവാഹത്തിൽ ഏർപ്പെടുക, കുട്ടികളെ ഉണ്ടാക്കുക, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ആരെയാണ് പ്രണയിക്കേണ്ടത്? കേരളത്തിലുള്ള മറ്റ് അതേ സമപ്രായക്കാരായ എതിർലിംഗത്തിൽപ്പെട്ടവരെ കത്തോലിക്കര് വിവാഹത്തിന് സമ്മതിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എതിർലിംഗത്തിൽപ്പെട്ട ആൾക്കാരെ പ്രണയിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇദ്ദേഹത്തിന് തിരുത്താൻ പറ്റാത്ത സഭയുടെ നിയമങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയിൽ തിരുത്താൻ കഴിയാത്ത നിയമങ്ങളുണ്ട്. അതായത് ഒരു വിവാഹം പള്ളിയിൽ നടക്കണമെങ്കിൽ, കത്തോലിക്ക കുട്ടികൾ പ്രണയിച്ച് വിവാഹം നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ആ വിവാഹം കഴിക്കുന്നയാൾ മാർപ്പാപ്പ അല്ലെ കത്തോലിക്കനോ അല്ലെങ്കിൽ കത്തോലിക്കോ അല്ലെ മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ള കല്യാണത്തിന് സംബന്ധിച്ചിട്ടുള്ള സഭയിൽപ്പെട്ട ആളോ ആയിരിക്കണം. എന്നാൽ മാത്രമേ കത്തോലിക്ക പള്ളിയിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂ. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും കത്തോലിക്കരുടെ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടി കല്യാണം കഴിച്ച് നിങ്ങൾ മതം വിട്ടോളാൻ പറയില്ല. അല്ല കാരണം മതത്തിൻ്റെ അംഗത്വം കൂട്ടണമെന്ന് ഇവിടെയുള്ള കൃത്യമായ ഉപദേശം പറയുന്നുണ്ട്. അപ്പോൾ അതല്ല സംഭവം. അപ്പോൾ കത്തോലിക്കരെ തന്നെ പ്രണയിക്കാൻ കഴിയുള്ളൂ, അല്ലേ? എങ്കിൽ മാത്രമേ അവിടെ വിവാഹം നടത്തി കൊടുക്കുള്ളൂ. പിന്നെ വേറൊരു ഒഴികഴിവ് പറഞ്ഞിരിക്കുന്ന ഇതാണ്: പുറത്ത് അല്ലാത്തവരെ ആണെങ്കിൽ പോലും പ്രണയിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താമെന്ന് എഴുതി കൊടുത്താൽ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങളെ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം മുസ്ലിം മതത്തിൽ അത് സമ്മതിക്കില്ല. അതായത് ഈ പാർട്ട്ണറെ മറ്റേ മതത്തിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വിവാഹം കത്തോലിക്ക പള്ളിയിൽ നടത്തുന്ന കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താമെന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ കൊണ്ട് ചെയ്യാം. അപ്പോൾ അതും മുസ്ലിങ്ങൾ ഒഴിവുള്ളവരും ഇസ്ലാമിൽ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും
കത്തോലിക്ക വിശ്വാസി വളർത്താൻ കഴിയില്ലാത്തത് കൊണ്ട് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ കൺവേർട്ട് ചെയ്യണം. ബാക്കിയുള്ളവർ ഇങ്ങനെ ഒരു കാര്യം എഴുതി കൊടുത്താൽ മതി. അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൽ അല്ലാത്തവരെ പ്രണയിക്കുകയാണെങ്കിൽ അവരെ കൺവേർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടികളെ വളർത്താനുള്ള എഗ്രിമെൻ്റ് കൊടുക്കുകയോ ചെയ്ത് മാത്രമേ നമുക്ക് കല്യാണം. അപ്പോഴും ശരിയാണ്, അവിടെയും ലോജിക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രണയിച്ചാലും നിങ്ങളുടെ കുട്ടികളെ ഇവിടെ വളർത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന് കൂടുതൽ അംഗത്വം കുറയില്ല. കറക്റ്റ്. അപ്പോൾ ചുരുക്കത്തിൽ ഉത്തരം കിട്ടി. ഒന്ന്, നിങ്ങൾക്ക് പ്രണയിച്ചു കഴിഞ്ഞാൽ അത് ആരെ വേണേലും പ്രണയിക്കാം. കാരണം കത്തോലിക്കരെന്ന് പറഞ്ഞാൽ 11% വെച്ചേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനികൾ പോലും ഒരു 18% വെച്ചേ ഉള്ളൂ. അപ്പോൾ ഈ 11%-ത്തിലുള്ള കത്തോലിക്കരുടെ പുറത്ത്, അതായത് 88% അധികം ആൾക്കാരെയും പ്രണയിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്നുകിൽ കത്തോലിക്ക സഭയിലേക്ക് പരിവർത്തനം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ കുട്ടികളെ കത്തോലിക്ക വിശ്വാസം വളർത്താമെന്ന് എഴുതി വാങ്ങുകയോ ചെയ്യണം. എന്നിട്ടേ വരാൻ പറ്റുള്ളൂ. അത് ഇദ്ദേഹം പറയുന്നില്ല. അതാണ് പ്രശ്നം. അത് ഇദ്ദേഹം പറയാത്താണ് കാസ പോലെയുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഇദ്ദേഹത്തിനെതിരെ രോഷം കൊണ്ട് സംസാരിക്കാനുണ്ടായി. പിതാവെ, ഇങ്ങനെ കൃത്യമായി കത്തോലിക്ക വിദ്യാർത്ഥികളെ തന്നെ നിങ്ങൾ പ്രണയിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ, അതിനുള്ള നട്ടലില്ലെങ്കിൽ അതാണ് അവരുടെ വാക്കാണ് കേട്ടോ, എൻ്റെ വാക്കല്ല, ഇല്ലെങ്കിൽ നിങ്ങളിത് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളും അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഇതാണ്, കത്തോലിക്ക കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് പ്രണയിച്ചു കഴിഞ്ഞാൽ അവർ 25 വയസ്സിന് മുമ്പേ വിവാഹം കഴിക്കണം. പരമാവധി കുട്ടികളെ ഉണ്ടാക്കുക. ഇനി പ്രണയിക്കുന്ന ആരെയാണ്? പ്രണയിക്കുന്ന കത്തോലിക്കരെ ആയിരിക്കണം, അല്ലെങ്കിൽ പുറത്തുള്ളവരെയാണ് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തണം. ഇതായിരിക്കും. കാരണം കുട്ടികളെ അങ്ങനത്തെ കൂട്ടാനാണ് ഇദ്ദേഹം കൃത്യം പറയുന്നത്, ഒരിക്കലും പുറത്തു പോകാനല്ല. അപ്പം ഇതാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, വിവാഹ പരിശീലന ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള വേദപാഠത്തിൽ അത് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ 12 വരെ പഠിക്കുന്നു പിന്നീട് വിവാഹ പരിശീലന ക്യാമ്പിൽ വരുന്നതുമായിട്ടുള്ള വേദപാഠ പാഠഭാഗങ്ങളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും കുടുംബപരമായിട്ടും മതപരമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും ഒക്കെ യോജിക്കുന്ന ഒരു പാർട്ണറെ കണ്ടെത്തണം. അത് എങ്കിൽ മാത്രമേ നമ്മളത്, കാരണം ഇത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, ഇത് 2 ആൾക്കാർ തമ്മിലുള്ള ബന്ധമല്ല, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ. അപ്പോൾ അത് പറഞ്ഞു വരുന്നത്, അതിൻ്റെ ഇന്നർ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽപ്പെട്ട ആൾക്കാരെ തന്നെ ഒക്കെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വേറെ ചില ചോദ്യങ്ങൾ വരുന്നത്, ദളിത് ക്രിസ്ത്യാനിയുമായി പ്രണയത്തിലായാൽ എന്തായിരിക്കും? അങ്ങനെ പ്രണയിക്കാമോ? അല്ലെങ്കിൽ ദളിത് ക്രിസ്ത്യാനിയെ പ്രണയിക്കാമോ? ഒരു ദളിത് ക്രിസ്ത്യാനിക്ക് തിരിച്ച് പ്രണയിക്കാമോ? കാരണം ദളിത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കത്തോലിക്കൻ തന്നെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെ വേറെ വിശ്വാസപരമായ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ അവരെ പ്രണയിക്കാമോ? ഇവർ പറയുന്ന അതുപോലെ സാമൂഹികമായിട്ടുള്ള സ്റ്റാറ്റസ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇങ്ങനെ ഉള്ള പ്രണയങ്ങൾ ഇവർ അനുവദിക്കുമോ? അങ്ങനെ പ്രണയിച്ച്, കാരണം പ്രത്യേകിച്ച് നമ്മുടെ പുരോഹിതരിലൊക്കെ ദളിത് ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അധികാര സ്ഥാനങ്ങളിലേക്കൊന്നും കണക്കെടുത്താൽ അവരെ കാണാനില്ല. അപ്പോൾ അവരെ പ്രണയിക്കാമോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്രണയിക്കാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണെങ്കിലും അത് നല്ല കാര്യമാണ്. മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്, പിന്നെ മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ട് കാസക്കാർ പറഞ്ഞതുപോലെ നിങ്ങൾ കത്തോലിക്ക കുട്ടികളെ പ്രണയിക്കണം, കത്തോലിക്ക യുവാക്കളെ പ്രണയിക്കണം, കത്തോലിക്ക യുവതികളെ പ്രണയിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്തതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായൊരു സാമൂഹ്യ ബോധമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങളിലൂടെയുള്ള ആശയങ്ങൾ അല്ല ലിബറലായിട്ടുള്ള ആശയങ്ങൾ ആൾക്കാരിൽ എത്തിയത് കൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത് മോശമാകുമോ എന്നുള്ള ചിന്തയൊക്കെ ആവും. അതൊക്കെ എന്താണെങ്കിലും വളരെ പുരോഗമനമായ കാര്യങ്ങളാണ്. കാരണം അങ്ങനെ ചിന്തിക്കുകയും ആൾക്കാർ അറ്റ്ലീസ്റ്റ് ടോളറേറ്റ് ചെയ്യും, എല്ലാ ആൾക്കാരെയും ടോളറേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് മറ്റ് മതങ്ങൾക്കെതിരായിട്ട് സ്വന്തം മതക്കാർ മാത്രമുള്ള പ്രസംഗത്തിൽ പോലും പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമന സമൂഹത്തിന് പറ്റിയൊരു കാര്യമാണ്. ഇങ്ങനത്തെ പ്രസ്താവനകളിൽ ഈ പ്രസ്താവനകൾ ഇനി അദ്ദേഹം കുരിശിൽ കയറാതിരിക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി നിർത്തുകയാണ്. മറ്റൊരു വിഷയമായി പിന്നീട് കാണാം. നന്ദി.